ഹായ്, വെൽക്കം ടു ജാൻസി സ്പെഷ്യൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? നമ്മൾ ഇന്നത് കരൾ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഒരു പാൽ കറി, കരൾ കറി ഉണ്ട്. ട്രഡീഷണൽ കറിയാണ്, കൊച്ചിക്കാരുടെ സ്പെഷ്യൽ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആടിൻ്റെ കരളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3/4 കിലോ കരളാണ് കേട്ടോ. ഇപ്പോൾ ആടിൻ്റെ കരളാണിത്. ഞാൻ ആടിൻ്റെ കരളെ വല്ലപ്പോഴും വാങ്ങിക്കണമെങ്കിൽ തന്നെ ആടിൻ്റെ കരളെ വാങ്ങിക്കാറുള്ളൂ, അതാണ് വെക്കുന്നത്. പശുവിൻ്റെ കരൾ അങ്ങനെ വാങ്ങിക്കാറില്ല. അപ്പോൾ ആടിൻ്റെ കരൾ ഒരു 3/4 കിലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനെ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം അല്പം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കരൾ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഉപ്പും അല്പം ഉപ്പിട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അല്പം. നന്നായിട്ടൊന്ന് തിരുമ്മി എല്ലാ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒരു 1/2 ഗ്ലാസ് വെള്ളം മതിയാവും. എന്നിട്ട് ഒരു വിസിൽ കുക്കറിൽ മൂടിയിട്ട് ഒരു വിസിൽ കഴിഞ്ഞ് ഒരു 8 മിനിറ്റ് ലോയിലിട്ട് വേവിച്ചെടുക്കാം. അതിനായി ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, ഈ കരൾ കറിക്ക് നമ്മൾ മല്ലിപ്പൊടിയാണ് കൂടുതലും എടുക്കുന്നത്. പിന്നെ കുരുമുളക് പൊടി, മുളക് പൊടി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ, അല്പമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മാത്രം മുളക് പൊടി ഞാൻ എടുത്തിട്ടുള്ളൂ. കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ, ഒരു പേരിനെ എടുക്കുന്നുള്ളൂ. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇവിടെ പൊടിച്ച മസാലപ്പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതായത് മഞ്ഞൾപ്പൊടി നമുക്ക് കരൾ വേവിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മതിയാവും. അപ്പോൾ നമ്മൾ ഈ പൊടികളെല്ലാം ഒന്ന് അല്പം ചൂടുവെള്ളത്തിൽ കുഴച്ച് മസാല ഇത് അരപ്പാക്കിയാണ് വെക്കുന്നത്. അരപ്പാണ് നമ്മൾ മുരിക്കുന്നത്. അപ്പോൾ അരപ്പ് നന്നായിട്ട് വാട്ടിയാണ് ഈ കറി റെഡിയാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഒന്ന് അരപ്പാക്കി വെക്കാം. ഞാൻ പൊടികളെല്ലാം ചൂടുവെള്ളത്തിൽ കുഴച്ച് അരപ്പാക്കി വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളത്തിൽ കുഴക്കുമ്പോൾ ഈ പൊടികളൊക്കെ ഒന്ന് സോഫ്റ്റ് ആവും. അതിനാൽ അരപ്പ് മുരിച്ച് വെക്കുമ്പോൾ നമ്മുടെ പൊടികളൊന്നും കരിഞ്ഞു പോകാതെയും, അതുപോലെ സവാള അരപ്പും കൂടിയൊക്കെ വാടുമ്പോൾ ഒരു പ്രത്യേക രുചിയായിരിക്കും. അതുകൊണ്ട് കരൾ കറിക്ക് ഞാൻ എപ്പോഴും അരപ്പ് റെഡിയാക്കിയാണ് വെക്കാറ്. അപ്പോൾ അതിനായിട്ട് എടുത്തിരിക്കുന്ന ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയാൻ, ഞാനൊരു 3 വലിയ സവാള തന്നെ 3 സ്ലൈസാക്കി നല്ല നൈസാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറിയ സവാളയാണെങ്കിൽ ഒരു 4 സവാളയെങ്കിലും എടുക്കണം. കാരണം 1/4 കിലോത്തിന് ഒരു സവാള എന്നാണ് കണക്ക്. അപ്പോൾ സവാള അധികം വേണം ഈ കറിക്ക്. സവാള ഉണ്ടെങ്കിൽ ആ ഗ്രേവിയൊക്കെ ഒന്ന് റെഡി നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ സവാള 3 വലുത് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 പച്ചമുളക് 2 കോന്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി തന്നെ സ്ലൈസാക്കി ഇങ്ങനെ നേരിതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 10 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, അതും ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10-12 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതും ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനായി എടുത്തിരിക്കുന്ന തേങ്ങാപ്പാലെന്ന് പറയുന്നത്, ഞാൻ ഒരു ചെറിയ തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വലിയ തേങ്ങയാണെങ്കിൽ ഒരു 3/4 തേങ്ങയൊക്കെ മതിയാവുമായിരിക്കും. ചെറിയ തേങ്ങയുടെ 1/4 പാല് എടുത്തിട്ടുണ്ട്, അതുപോലെ 2/2 പാലും എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇത്തിരി അല്പം വിനാഗിരി വേണം, വെളിച്ചെണ്ണ വേണം. അങ്ങനെയാണ് നമ്മൾ കറി റെഡിയാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കരൾ വേവിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി അത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഈ ടൈപ്പാണ് കേട്ടോ, ഇങ്ങനെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഉണ്ടാ സ്ക്വയറായിട്ടല്ല, ഈ ടൈപ്പ് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അധികം നേർത്തും പോരുത്. ഇങ്ങനെ നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം.
നമുക്ക് കറി റെഡിയാക്കാം കേട്ടോ. ഈ മൺചട്ടിയിലാണ് കറി റെഡിയാക്കുന്നത്. അപ്പോൾ ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ കാഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം സവാള ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളി, ചുമന്നുള്ളി, ഇഞ്ചി ഇതിട്ട് കൊടുക്കാം. ഒപ്പം നമുക്ക് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വാടട്ടെ. നമ്മുടെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളിയൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒപ്പം നമ്മൾ അരപ്പും കൂടി ഇടണേണ്. ഈ സമയത്ത് അരപ്പും ഈ സവാളയും ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ കൂടി ഒന്ന് അരപ്പൊന്ന് റെഡി ആവട്ടെ. അപ്പോൾ അരപ്പായതുകൊണ്ട് ഇത്തിരി നേരം നമ്മൾ സവാളയിൽ കിടന്ന് റെഡിയാക്കേണ്ടി വരും. അപ്പോൾ ഇതൊന്ന് അരപ്പ് ഇതിൽ കിടന്ന് ഒന്ന് റെഡി ആവട്ടെ. കരൾ കറി വെക്കുമ്പോൾ എപ്പോഴും അരപ്പ് റെഡിയാക്കി ഇടുകയായിരിക്കും നല്ലത്. പൊടിയിനേക്കാളും നല്ലത് അരപ്പ് റെഡിയാക്കി ഇടുമ്പോഴാണ് ആ കറിക്ക് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അരപ്പും ഈ സവാളയും ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ കൂടി ഒന്ന് വാടട്ടെ. നമ്മുടെ അരപ്പൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഇടപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഒപ്പം വിനാഗിർ ഒരു 3 ടേബിൾ സ്പൂണോളം വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. തിളച്ചതിന് ശേഷമാണ് നമ്മൾ കരളിട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ചാറ് തിളച്ചിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് വട്ടി തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കരളിട്ട് കൊടുക്കാം. ഇതാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കരൾ. ഇങ്ങനെ സ്ലൈസാക്കി നീളം ടൈപ്പാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഒരു 10 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഓയിലിട്ടൊന്ന് ഇതിൻ്റെ ഗ്രേവിയുടെ വിനാഗിരിയും അരപ്പും എല്ലാം ഒന്ന് കരളിന് പിടിക്കണം. 10 മിനിറ്റ് നമുക്ക് ഇങ്ങനെ മൂടി വെക്കാം. ഓക്കെ, നമ്മുടെ കറി നോക്കാം. ഞാൻ മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അധികമായിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ ചാറൊക്കെ വറ്റി ഇടക്കിളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് തലപ്പാലാണ് ഒഴിക്കേണ്ടത്. പിന്നെ ഇത് ഇരിക്കുന്തോറും ഒന്നുകൂടി കുറുകും. കാരണം മല്ലിപ്പൊടി അധികം എടുത്തേക്കണോണ്ട് ഈ കറി പെട്ടെന്ന് കുറുകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് തീ കുറക്കാം. എടുത്തിരിക്കുന്ന തലപ്പാലാണിത്. തലപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഒപ്പം 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 4 ഏലക്ക ചതച്ചതാണ് ഇതിട്ട് കൊടുക്കുക. ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും കറിക്ക്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ചൂട് കയറി കഴിഞ്ഞാൽ നമുക്ക്
കറി തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചോറിന് കഴിക്കാനാണ്. അപ്പോൾ ചെറിയ ഒരു ഗ്രേവിയോട് കൂടിയാണ് ഇത് ഇരിക്കേണ്ടത്. അപ്പോൾ ഇനി തണുക്കും തോറും ഇത് കറിയൊന്ന് കുറുകയും ചെയ്യും. ഇപ്പം തന്നെ കുറുക്കാണ്, ഒന്ന് തണുക്കും തോറും ഒന്നുകൂടി റെഡിയാവും. ഓക്കെ, ഈ തീ ഓഫ് ചെയ്ത് കറി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതായിരുന്നു കേട്ടോ, കരൾ കറി. കുറച്ച് നാളായി ഞാൻ ഈ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് ഏതായാലും സൺഡേ ആയിട്ട് ഇത്തിരി കരളാണ് വാങ്ങിച്ചത്. ആടിൻ്റെ കരളായിരുന്നു കേട്ടോ. അപ്പോൾ അത് പാല് കറി വെച്ചതാണ്. ഇത് കൊച്ചിക്കാരുടെ ഒരു സ്പെഷ്യൽ കറിയാണ്, ഒരു ട്രഡീഷണൽ കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റെസിപ്പിയും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എല്ലാവരും ലൈക്കും കമൻസും ഒക്കെ ഇട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. എൻ്റെ ചാനലിനെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്.